ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രമോ പ്രേക്ഷകർക്കുള്ള ഉറപ്പോ അതോ ട്രോളോ? കഴിഞ്ഞ ദിവസമാണ് ബിഗ് ബോസിൻ്റെതായി വിശദമായ ഒരു ലാലേട്ടൻ പ്രമോ എത്തിയത്. അതിൽ ലാലേട്ടൻ 2 റോളുകളിൽ എത്തുന്നുണ്ട്. കോട്ടിട്ട ബിഗ് ബോസ് ലുക്ക് ലാലേട്ടനും മുണ്ടുടുത്ത സാധാരണക്കാരൻ ലാലേട്ടനും. മുണ്ടുടുത്ത ലാലേട്ടൻ എല്ലാവരെയും നിലയ്ക്ക് നിർത്തുന്ന രീതിയിലാണ് പ്രമോ. മുൻപുള്ള പ്രമോകളും മുണ്ടുടുത്ത ലാലേട്ടനെ തന്നെ ഹീറോയാക്കുന്ന വിധമായിരുന്നു. ഈ പ്രമോകളിലെല്ലാം ബിഗ് ബോസിനെ കുറിച്ച് പ്രേക്ഷകരും റിവ്യൂവേഴ്സും പറയുന്ന വിമർശനങ്ങളാണ് സംസാര വിഷയമാക്കിയത്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിൽ മാറ്റം വന്നാൽ ബിഗ് ബോസ് വളരെ നന്നാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രേക്ഷകർ. പലപ്പോഴും പ്രേക്ഷകർക്ക് ഒട്ടും ദഹിക്കാത്ത ചില കാര്യങ്ങളാണ് കാർഡ് എന്ന നിലയിൽ ലാലേട്ടൻ നിലവിൽ പ്രമോയിലൂടെ സംസാരിക്കുന്നത്. ഇതിനെല്ലാം മാറ്റമുണ്ടാകുമെന്ന ഉറപ്പാണ് ലാലേട്ടൻ നൽകുന്നത് എന്ന അഭിപ്രായമാണ് ഭൂരിപക്ഷം ആളുകൾക്കുമുള്ളത്. എന്നാൽ മറ്റു ചിലർ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു അഭിപ്രായം ഇതൊന്നും മാറാൻ പോകുന്നില്ലെന്നും ഇത് റിവ്യൂവേഴ്സിനുള്ള ട്രോളാണെന്നുമാണ്. ഇതിനായി കൂട്ടർ പറയുന്ന ഒരു കാര്യം, ബിഗ് ബോസ് സ്വയം വിമർശനം നടത്തുകയാണെങ്കിൽ ഇതുവരെയുള്ള ബിഗ് ബോസ് നടത്തിപ്പിനെയാകെ തള്ളിപ്പറയുക എന്നല്ലേ അതിന്റെ അർത്ഥം. അങ്ങനെ ബിഗ് ബോസ് സ്വയം ട്രോൾ ഏറ്റെടുക്കുമോ? അങ്ങനെ ഒരു മലക്കം മറിച്ചിൽ ടീമിൽ ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് ഇത്തരക്കാരുടെ പ്രതീക്ഷ. അതായത് മുണ്ടുടുത്ത ലാലേട്ടൻ പ്രേക്ഷകരുടെയും റിവ്യൂവേഴ്സിന്റെയും ഒക്കെ പ്രതിനിധി മാത്രമാണ്, അല്ലാതെ ബിഗ് ബോസ് ടീമിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് കരുതാൻ കഴിയില്ല. കോട്ടിട്ട ലാലേട്ടൻ മുണ്ടുടുത്ത ലാലേട്ടന് കൊടുക്കുന്ന ഒരു റിയാക്ഷൻ ഉണ്ട്. ഇത് അതിനുദാഹരണമായി അവർ കാണുന്നു. മറ്റൊരു കാര്യം, ആദ്യ പ്രമോകളിൽ അവതരിപ്പിച്ച റെഡ് ആൻഡ് ബ്ലാക്ക് ടീം ഒരു അരാജകത്വത്തിന്റെ പ്രതീകം കൂടിയാകാം. നിങ്ങൾക്ക് ഈ പ്രമോകളെ കുറിച്ച് എന്തു തോന്നുന്നു? ഇത് നടപ്പിൽ വരുമെന്നോ ഇല്ലെന്നോ? ബിഗ് ബോസ് ഈ സീസണിൽ മാറുമോ അതോ പഴയതുപോലെ തുടരുമോ? ബിഗ് ബോസിൽ ഈ സീസണിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാന മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് സഭ്യമായി കമന്റ് ചെയ്യും.